നമുക്കിന്ന് ഓണത്തിനൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള 3 പായസത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള 3 പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് പാലട പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ആദ്യം തന്നെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 100 ഗ്രാം അടയാണ് ഇട്ട് കൊടുക്കുന്നത്. പാലട ഇട്ട് കൊടുക്കുന്നുണ്ട്. 100 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാലട നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നന്നായി തിളച്ച് വന്നിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് 1 മിനിറ്റ് നേരത്തേക്ക് അങ്ങനെ തന്നെ വെക്കാട്ടോ. എന്നിട്ട് ഇത് പച്ചവെള്ളത്തിൽ നന്നായി കഴുകിയിട്ട് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഊറ്റിയിട്ട് അത് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കറിലേക്ക് നന്നായിട്ട് തിളപ്പിച്ചിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഇതുപോലെ ടോഫി ആക്കി എടുത്തതാണ്. ഇത് 200 ഗ്രാമിൻ്റെ ഒരു ചെറിയ ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് കുക്കറിലിട്ടിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ കുക്കറിൽ വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് അതിൻ്റെ ചൂടെല്ലാം മാറി പ്രഷറെല്ലാം പോയ ശേഷം നമുക്കിത് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ടോഫി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിന്ന് 200 ഗ്രാം അളവിലുള്ളത് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാലിലേക്ക് ഇത് മുഴുവൻ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് നെയ്യാണ് വേണ്ടത്. നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റാക്കിയിട്ടെടുക്കാം. ഈ ഒരു ടോഫിയും അതുപോലെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വെച്ച് കൊടുക്കാം. വിസിൽ വരുത്തിക്കണ്ട കേട്ടോ. വിസിൽ വരുത്തിക്കാണ്ട് തന്നെ നമുക്ക് 20 മിനിറ്റ് അങ്ങനെ വെച്ച് കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞ് അതിൻ്റെ പ്രഷറെല്ലാം പോയ ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് തന്നെ നമ്മൾ പാലട പായസം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്കൊരു 2 നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറുകി പോവാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഈ ടോഫിയൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത പായസത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അടുത്തത് ചെറുപയർ പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു പായസം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പായസം റെഡിയാക്കാനായിട്ട് നമുക്ക് 2 കപ്പ് അളവിൽ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ഇതിൻ്റെ കളറൊന്ന് ചെറുതായി മാറി വരുന്നത് വരെ ഒരു റോസ്റ്റായ സ്മെല്ല് വരുന്നത് വരെ ഒരു 3-4 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമുക്കിത് കഴുകിയ ശേഷം നല്ല ക്ലീൻ ആക്കിയിട്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ചെറുപയർ പരിപ്പിന് 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരെ കുക്ക് ചെയ്തിട്ടെടുക്കുക. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റാക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ 6 ക്യൂബ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് വളരെ ചെറിയ ക്യൂബായ കാരണമാണ് ഞാൻ 6 എടുത്തിട്ടുള്ളത്. വലിയ ക്യൂബ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 എണ്ണമൊക്കെ മതിയാവും. അപ്പോൾ ഇതൊന്ന് മെൽറ്റാക്കാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ചുക്ക്, ഒരു 12 ഏലക്കായ, ഒരു ചെറിയ ടീസ്പൂണ് നല്ല ജീരകം കൂടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ശർക്കരയും ഇവിടെ മെൽറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുക്ക് ചെയ്തിട്ടുള്ള ചെറുപയർ പരിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാനിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലെ കട്ടകളൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 3 കപ്പ് അളവിലുള്ള 2ാം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക.
ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കിയിട്ട് പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലെ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരണം. വറ്റി വന്ന ശേഷം നമുക്കിതിലേക്ക് 1 പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1.5 കപ്പ് 1 പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. 1 പാൽ ഒഴിച്ചെടുത്ത ശേഷം നമുക്ക് കുറേ നേരിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം ഇരുന്നാൽ തന്നെ ഒന്നുകൂടി തിക്കായിട്ട് വരും. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. തേങ്ങാക്കൊത്ത് എത്ര എടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു പായസത്തിലൊക്കെ കൂടുതൽ ആഡ് ചെയ്താൽ കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പായസത്തിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇതൊരു പാകത്തിനുള്ള മധുരത്തിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര കൂടുതൽ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി പായസമാണിത്. ഓണത്തിനൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് സേമിയ പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. നല്ല ക്രീമി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പായസമാണ് കേട്ടത്. അപ്പോൾ ഈ ഒരു പായസം റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള സേമിയ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് സേമിയാണ് ഇതുപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കളറ് ചേഞ്ച് ആയി വരുന്നത് വരെ, ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതായത് ഇവിടെ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ പാല് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുക. വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. ഇത് നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ടോഫിയാണ് കേട്ടോ. ഈ ഒരു ചെറിയ ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ കുക്കറിലിട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ കുക്ക് ചെയ്തിട്ടെടുക്കുക. 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ചൂടെല്ലാം മാറി പ്രഷറെല്ലാം പോയ ശേഷം മാത്രം ഇത് കുക്കറിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് എടുക്കുമ്പോൾ ഈ ഒരു ടോഫി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു ടിന്ന് ചെറിയ ടിന്നിലുള്ളത് മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടോഫി ചേർക്കുമ്പോഴാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മെൽറ്റായിട്ടൊന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ സേമിയ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊരു 10 മിനിറ്റ് വെച്ച ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് വെച്ച ശേഷം കറക്റ്റായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളെ പായസം അവിടെ അടിപൊളിയായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പായസമാണ് കേട്ടത്. അപ്പോൾ എല്ലാവർക്കും പായസത്തിൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്